മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ചാലിയാറിലെ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചാകും പരിശോധന. ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക അദാലത്ത് നടക്കും. വിവരങ്ങൾ വിസ്മയ നൽകും. വിസ്മയ, കാണാതായവർക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ നടക്കുകയാണ്. ഒപ്പം അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. രേഖകൾ നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകാൻ എന്തൊക്കെയാണ് വിവരം? വിജി, വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്നും തിരച്ചിൽ നടക്കും. ഇന്നത്തെ തിരച്ചിൽ പ്രധാനമായും നിലമ്പൂരിലെ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ചാലിയാറിന്റെ പോത്തുക്കൽ മുതലുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവസാന ഭാഗങ്ങൾ വരെയാണ് ഇന്ന് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. ഇവിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള മൺതിട്ടകൾ കേന്ദ്രീകരിച്ചാവും ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ഒന്നും തന്നെ മൃതദേഹങ്ങളോ അതുപോലെ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എങ്കിലും ഈ ഒരു തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ തീരുമാനം. അതുപോലെ മറ്റൊരു കാര്യം ദുരിതബാധിതരെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോൾ 1000-ലധികം ആളുകളാണ് ഇപ്പോഴും വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നത്. ഇവരിൽ പലരുടെയും ബാങ്ക് രേഖകളും മറ്റു പല പ്രധാനപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടവരാണ്. ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അദാലത്ത് ഇന്ന് കൽപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ 12 കൗണ്ടറുകളാണ് ഇവിടെ ഉണ്ടാവുക. ഈ അദാലത്ത് വഴി രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു രേഖകളെല്ലാം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു അദാലത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളും മറ്റ് വകുപ്പുകളും ചേർന്നാണ് ഇന്നത്തെ ഈ ഒരു അദാലത്ത് സംഘടിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാടിനെ കുറിച്ചുള്ളത്, ഈ ഒരു ദുരന്ത മേഖലയിൽ പലയിടവും ഇപ്പോൾ വാസയോഗ്യമല്ല എന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ അറിയിക്കുന്നത്. ഇവിടങ്ങളിൽ ഇനി വീടുകൾ നിർമ്മിക്കുവാനോ മനുഷ്യർക്ക് താമസിക്കുവാനോ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അതേസമയം ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഫിജി. ശരി വിസ്മയം. ഷെഡ്യൂളിലെ മണ്ണിടിച്ചിൽ കാണാതായവർ